ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ദ പോം, അതുപോലെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് ലെറ്റർ ടു ദ എഡിറ്റർ എങ്ങനെ നമ്മൾ എഴുതാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഒരു നോട്ട്ബുക്ക് ആൻഡ് പെൻ എടുത്തിട്ട് തന്നെ ഇരുന്നോളൂ, നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാം. സോ ആദ്യം നിങ്ങൾക്ക് ഒരു പോം റിവ്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടുന്ന ഒരു കോമൺ ഫോമാറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് ആദ്യം നോക്കാം. പാരഗ്രാഫ്സ് തിരിച്ച് വേണം എഴുതാനായിട്ട്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻട്രോ കൊടുക്കുന്നു, ആൻഡ് ദെൻ മെയിൻ കണ്ടൻറ്റ്, ഐഡിയ ഓഫ് ദ പോം, ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ പോം ഡാഷ് ഇസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് പീസ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ തന്നിട്ടുള്ള പോം ഏതാണോ ആ ഒരു കവിത വളരെ മനോഹരവും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു സാഹിത്യകൃതിയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഏത് പോയത്തിൽ വേണമെങ്കിലും എഴുതാം അല്ലേ? എങ്ങനെ വന്നാലും നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തരുന്ന പോം അപ്രീസിയേഷൻ എഴുതാനായിട്ട് ചോദിക്കുള്ളൂ. സോ ദിസ് ഈസ് എ ബെറ്റർ സെൻറ്റൻസ്. ദിസ് പോം ഈസ് പെർട്ടിക്കുലർലി ഇൻട്രസ്റ്റിംഗ് ഡ്യൂ ടു ഇറ്റ്സ് യുണീക്ക് പെർസ്പെക്റ്റീവ് ഓൺ ഡാഷ്. അവിടെ യു ക്യാൻ റൈറ്റ് ദ തീം ഓഫ് ദ പോം. കവിതയുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഐഡിയ എന്താണെന്നുള്ളത് വേണം അവിടെ എഴുതാനായിട്ട്. അപ്പോൾ വാട്ട് ഇറ്റ് മീൻസ്, ഈ കവിത രസകരമാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കവിതയുടെ പ്രമേയത്തിലുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇതിനെ രസകരമാക്കുന്നത്. The author has employed simple yet effective language throughout the poem, making it accessible to a wide range of readers. കവിതയിലുടനീളം ലളിതമായ എളുപ്പം മനസ്സിലാക്കാവുന്ന ഭാഷയാണ് പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കവിതാസ്വാദകരെ ഈ ഒരു പോം ആകർഷിക്കുന്നു. അല്ല, നേരെ മറിച്ച് തന്നിട്ടുള്ള പോയത്തിൽ കോംപ്ലക്സ് ലാംഗ്വേജ് ആണെങ്കിലോ, സങ്കീർണമായിട്ടുള്ള പദപ്രയോഗങ്ങളാണ് കവി ഒരു പക്ഷേ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അത് കവിതയുടെ പ്രമേയം ഡീപ്പർ ലെവലിൽ കാണിക്കുന്നു, കവിതയുടെ ആഴം കാണിക്കുന്നു എന്ന് വേണം എഴുതാനായിട്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ദ ഓഥർ ഹാസ് യൂട്ടിലൈസ്ഡ് കോംപ്ലക്സ് ലാംഗ്വേജ് വിച്ച് ആഡ്സ് ഡെപ്ത്സ് ആൻഡ് ലെയേഴ്സ് ടു ദ പോം. Then the poet has written many notable poems, and this one stands out as one of their best works. കവി നിരവധി ശ്രദ്ധേയമായിട്ടുള്ള കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കവിത അവരുടെ മികച്ച കൃതികളിൽ ഒന്നായിട്ട് നിലകൊള്ളുന്നു. The poem is rich in imagery and has deeper meanings. ആൻഡ് ഈ കവിതയിൽ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇമേജസ് ഇല്ലാത്ത പോംസ് ആണെങ്കിൽ ഇത് മെൻഷൻ ചെയ്യേണ്ടതില്ല കേട്ടോ. ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കണക്ട്സ് വിത്ത് അവർ ഹാർട്ട്സ്. സോ ഇങ്ങനെയുള്ള ഇമേജസ് എല്ലാം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ളതുമാണ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈൻസ് ആർ ഡാഷ്. സോ അവിടെ നിങ്ങൾക്ക് പോയത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ലൈൻസ് എഴുതാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 ലൈൻസ് എഴുതാം, എന്നിട്ട് അതേക്കുറിച്ച് എന്തെങ്കിലും എഴുതാം. ലൈക്ക് ദീസ് ലൈൻസ് ആർ ഇൻക്രെഡിബ്ലി മീനിങ് ഫുൾ. ഈ വരികൾ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് അർത്ഥവത്താണെന്നൊക്കെ എഴുതാം. ആൻഡ് യു ക്യാൻ ഓൾസോ മെൻഷൻ അബൌട്ട് ദ ടൈറ്റിൽ ഓഫ് ദ പോം. The title perfectly fits the poem and its themes hold great significance for human life. ഈ പോയത്തിൻ്റെ ടൈറ്റിൽ കവിതയ്ക്ക് വളരെ അനുയോജ്യമാണ് എന്നത് മാത്രമല്ല, കൂടാതെ കവിതയുടെ തീമിന് മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യവുമുണ്ട്. സോ ഇതൊക്കെ കോമൺ എക്സ്പ്രഷൻസ് ആണ്. ആൻഡ് ദ പോം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡാഷ് സ്റ്റാൻസാസ്. പോയത്തിൽ എത്ര സ്റ്റാൻസാസ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്യാം. നോട്ടബ്ലി ദ പോയറ്റ്സ് എംപ്ലോയ്സ് പോയറ്റിക് ഡിവൈസസ് സച്ച് ആസ് ഡാഷ്. Also, you can mention the poetic devices such as simile, exaggeration, metaphor, etc. used by the poet. And at last, ഒരു conclusion എന്ന പോലെ നിങ്ങൾക്ക് എഴുതാം. Overall, this poem is a must read, offering valuable insights and emotional resonance. മൊത്തത്തിൽ വളരെ വിലപ്പെട്ട വൈകാരിക ഉൾക്കാഴ്ചകളെല്ലാം തരുന്ന ഈ ഒരു കവിത മസ്റ്റ് റീഡ് ആണ്, നിർബന്ധമായും വായിക്കേണ്ടുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് എഴുതാം. ഓൾസോ യു ക്യാൻ ആഡ് യുവർ ഓൺ കോൺട്രിബ്യൂഷൻസ് റിഗാർഡിംഗ് ദ തീം ഓഫ് ദ പോം. തന്നിട്ടുള്ള പോം കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണോ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതാം. നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് നോക്കാം. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സണാലിറ്റീനെ ഇൻ്റർവ്യൂ ചെയ്യാനായിരിക്കും ചോദിക്കാം. ആൻഡ് യു മേ ഹാവ് ടു റൈറ്റ് സം ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ ആൻസേഴ്സ്. So here we go. Let's look at some common expressions used in interviews. So first question, can you spare some time to chat with me? എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യാൻ, സംസാരിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാമോ? ഇത് ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിലും ഇൻ്റർവ്യൂവറിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ആൻസർ? I would be happy to chat with you. നിങ്ങളുമായി ചാറ്റ് ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഇൻസ്പയർഡ് യു ടു പെർസ്യൂ ദിസ് കരിയർ?
ഈ കരിയർ എടുക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ആൻസർ: ഐ ഹാവ് ഓൾവേസ് ബീൻ പാഷനേറ്റ് അബൌട്ട് ഡാഷ്. സപ്പോസ് ടീച്ചർ ആവാനുള്ള ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതെങ്കിൽ ഐ ഹാവ് ഓൾവേസ് ബീൻ പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് എന്നാണല്ലോ നിങ്ങൾ പറയുക. അപ്പോൾ അതെന്താണ്? ടീച്ചർ ആവുക എന്നുള്ളത് എനിക്കെന്നും അതിയായ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു, ആവേശമുള്ള ഒരു കാര്യമായിരുന്നു. നെക്സ്റ്റ്, ഹു ഹാസ് ബീൻ യുവർ ഗ്രേറ്റസ്റ്റ് ഇൻഫ്ലുവൻസ്? നിങ്ങളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി ആരാണ്? നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? അപ്പോൾ ആൻസർ: മൈ റോൾ മോഡൽ ഈസ് ഡാഷ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതാം. മൈ റോൾ മോഡൽ ഈസ് മൈ മോം. എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ എന്നിങ്ങനെയൊക്കെ എഴുതാം. നെക്സ്റ്റ്, ഹൗ ഡിഡ് യു ബൗൺസ് ബാക്ക് ഫ്രം ഫെയിലിയേഴ്സ് ആൻഡ് സെറ്റ് ബാക്സ്? പരാജയങ്ങളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വന്നത്? അപ്പോൾ ആൻസർ: ഐ ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ് ആൻഡ് ഡാഷ്. ഞാൻ എൻ്റെ തെറ്റുകളിൽ നിന്നാണ് പഠിച്ചത്. ആൻഡ് ദെൻ ചോദ്യത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, ഹാവ് യു റിസീവ്ഡ് എനി നോട്ടബിൾ അവാർഡ്സ് ഓർ റെക്കഗ്നീഷൻ? നിങ്ങൾക്ക് ശ്രദ്ധേയമായ എന്തെങ്കിലും അവാർഡ്സ് ആൻഡ് അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ ആൻസർ: യെസ്, ഐ ഹാവ് ബീൻ ഫോർച്ചുനേറ്റ് ടു റിസീവ് ഡാഷ്. അതെ, എനിക്ക് എന്തൊക്കെയാണോ അവാർഡ്സ് അതിൽ മെൻഷൻ ചെയ്യുന്നത് അത്തരം അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ് ഫോർ യു? എനി അപ്കമിങ് പ്രോജക്ട്സ് ഓർ ഇനിഷ്യേറ്റീവ്സ്? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ? വരാനിരിക്കുന്ന എന്തെങ്കിലും സംരംഭങ്ങളോ അതുപോലെ പദ്ധതികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? മൈ ഫ്യൂച്ചർ പ്ലാൻസ് ഇൻക്ലൂഡ് എന്നെഴുതിയിട്ട് എന്തൊക്കെയാണോ മെയിൻ പരിപാടികൾ എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു ടുഡേയ്സ് യങ് പീപ്പിൾ? ഇന്നത്തെ യുവതലമുറയ്ക്ക് നിങ്ങൾ എന്ത് ഉപദേശമാണ് നൽകുക? മൈ അഡ്വൈസ് വുഡ് ബി ടു വർക്ക് ഹാർഡ് ആൻഡ് ഡാഷ്. കഠിനാധ്വാനം ചെയ്യുക ആൻഡ് നെവർ ഗിവ് അപ്പ് എറ്റ്സെട്ര എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഉപദേശം എന്ന് നിങ്ങൾക്ക് എഴുതാം. അടുത്തതായിട്ട് നമുക്ക് ലെറ്റർ ടു ദ എഡിറ്റർ എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ഫ്രം അഡ്രസ്, ഡേറ്റ്, പിന്നെ ടു അഡ്രസ് എഴുതാം. ആൻഡ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതി സർ എന്ന് അഭിസംബോധന ചെയ്യാം. I'm writing to bring to your attention to an urgent matter that requires immediate attention on the topic dash. Write as per the question. വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്തിട്ട് എഴുതണം. ഇപ്പോൾ സപ്പോസ് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൻ ആണ് നമ്മളുടെ സബ്ജക്റ്റ് എങ്കിൽ ഈ വിഷയത്തിന് ഉടനടി ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു അടിയന്തര വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്ന് നിങ്ങൾക്ക് അയക്കാം അല്ലേ? Through the columns of your esteemed newspaper, I wish to draw attention to the authorities to this vital problem. നിങ്ങളുടെ ബഹുമാനപ്പെട്ട പത്രത്തിൻ്റെ കോളങ്ങളിലൂടെ ഈ പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് അധികാരികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I strongly believe that if the media is vigilant about this issue, it would never happen again. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തുകയാണെങ്കിൽ, ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. It is high time to discuss this issue seriously. ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. I kindly request that you allocate ample space in your newspaper to cover this matter. ഈ ഒരു കാര്യം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നിങ്ങളുടെ പത്രത്തിൽ ധാരാളം സ്ഥലം അനുവദിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. By raising awareness through media and newspapers, we can solve these problems to some extent. മാധ്യമങ്ങളിലൂടെയും അതുപോലെ പത്രങ്ങളിലൂടെയൊക്കെ ഇതുപോലെ ബോധവൽക്കരണം നടത്തിയാൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും പരിഹാരം കാണാനായിട്ട് പറ്റും. At last, I humbly request you to highlight these ideas in your newspaper. ഈ ആശയങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ ഹൈലൈറ്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ആൻഡ് ദെൻ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ, ആൻഡ് പേര് പിന്നെ സിഗ്നേച്ചറൊക്കെ ആഡ് ചെയ്യുക. സോ ഈ ഒരു ഫോമാറ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ലെറ്റർ ടു ദ എഡിറ്ററും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോമൺ എക്സ്പ്രഷൻസ് മാത്രമാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു, ലവ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം.